നീണ്ട 16 മണിക്കൂർ മടുപ്പ് കൂടാതെ കുമ്പസാരക്കൂട്ട് ചെലവഴിച്ച വിശുദ്ധൻ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിശുദ്ധ ജോൺ മരിയ വിയാനി തന്നെ. ആളൊഴിഞ്ഞൊരു ദേവാലയത്തെ പിന്നീട് ആളൊഴിയാൻ സമയമില്ലാത്ത വിധം പാക്ഡ് ആക്കിയത് ഈ പാവപ്പെട്ട വികാരിച്ചൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവസ്നേഹമായിരുന്നു. ബലഹീനതകളോ കുറവുകളോ പോരായ്മകളോ ഒന്നുമില്ലാത്തവരല്ല. നമ്മളെയൊക്കെ പോലെ തന്നെ ബലഹീനതകളുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ഈ സാധാരണക്കാരൻ്റെ കൈകളെ ഈശോ അസാധാരണമായിട്ട് ഓരോ കൂദാശകളും എടുത്ത് ഉപയോഗിക്കുക. പിന്നെ തിന്മയ്ക്ക് നോട്ടപ്പുള്ളിയായിട്ട് വയ്ക്കാൻ വേറെ വല്ല കാര്യവും ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഓരോ പുരോഹിതനും അത്രയും പ്രാർത്ഥന ആവശ്യമുണ്ട്. സാധാരണക്കാരനായ മനുഷ്യനാണെന്നേ, പ്രത്യേകിച്ച് നമുക്ക് മാമോദീസ മുതൽ ഇങ്ങോട്ട് ഓരോ കൂദാശകളും നമുക്ക് ആശീർവദിച്ച് തന്ന നമ്മുടെ ഓരോ പുരോഹിതനും മറക്കാതിരിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. അവരുടെ കരങ്ങളുടെ വിശുദ്ധിയും ഈശോ വിശുദ്ധീകരിച്ച അവരുടെ ജീവിത വിശുദ്ധിയും മരണത്തോളം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈശോ അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധി കൊണ്ട് ഓരോ പുരോഹിതനെയും പൊതിഞ്ഞു പിടിക്കട്ടെ. ഇത് കാണുന്ന ഏതെങ്കിലും പുരോഹിതനുണ്ടെങ്കിൽ, ഏതെങ്കിലും വൈദികനുണ്ടെങ്കിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആശംസിക്കുന്നു. ഈശോയുടെ സ്നേഹം മുൻപോട്ട് നയിക്കട്ടെ.